അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മുക്കം ഫൈസിക്ക് വല്ലാത്ത ഒരു പൂതി. ഇവർ APEK ആനാച്ചേന എന്ന് പറഞ്ഞ് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഏതാണ്ട് 4 ഗ്രൂപ്പുകൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഇന്നലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഭരണഘടനാ വഖഫ് സംരക്ഷണ സമ്മേളനം എന്ന പേരിൽ ഒരു സമ്മേളനം നടത്തി. അവിടെ വന്നപ്പോൾ മുസ്ലിയാർക്ക് ഒരു പൂതി. ക്ഷീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന 4 ആളുകളും കൂടി ഒന്നിച്ചിരുന്നത് എന്ന് പോലും ഓർക്കാതെ അവിടെയും മുസ്ലിയാരുടെ പൂതി എന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മുജാഹിദുകളെയും ജമാഅത്തെ ഇസ്ലാമികളെയും നാടുകടത്തണം പോലും, പുറന്തള്ളണം പോലും. വല്ലാത്ത പൂതിയാണ് മുസ്ലിയാർക്ക്. അദ്ദേഹത്തിന്റെ ആ പൂതി അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ഞാനൊന്നും പറയേണ്ട, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട 2 വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും. അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം. എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. വയതസ്മു ബിഹബിലില്ലാഹി ജമിഅൻ വലാ തഫറഖു എന്നാണ് ഖുർആന്റെ കൽപ്പന. എല്ലാവരും ഒന്നിച്ചു പിടിക്കണം. നമുക്ക് ഒന്നിച്ചു പിടിക്കാം ഇൻഷാ അല്ലാഹ്. അതാണ് എങ്ങനെ കേരളത്തിൽ നിന്ന് മുജാഹിദുകളെയൊക്കെ പുറന്തള്ളണം, അതിനുവേണ്ടി ഞങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കണം. അതിനുവേണ്ടിയാണ് ആയത്തൊക്കെ ഓതുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പുറന്തള്ളേണ്ടത്? എന്ത് കാര്യമാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്നത്? കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണിത്. ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ സുരക്ഷാ സന്ദേശവുമായി കർമ്മപഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലായാലും സ്വതന്ത്ര ഇന്ത്യയുടെ കാലഘട്ടത്തിലായും അത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. അപ്രഖ്യാപിത അടിമത്വത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതരായ മുസ്ലിം സമൂഹത്തെ ആദർശബന്ധിതമായ നവോത്ഥാന സംരംഭങ്ങളിലൂടെ സമസ്ത മേഖലകളിലും അഭിമാനാർഹമായ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അഹോരാത്രം യത്നിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പുറന്തള്ളണം പോലും. എന്താണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പൂതി വരാൻ കാരണം എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുക വഴി പാമര ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് സാമ്പത്തിക ചൂഷണം നടത്തുന്ന പുരോഹിത വർഗത്തിന്റെ സർവ്വവിധ കുതന്ത്രങ്ങളും പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി കൊടുക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിലൂടെ. അത് മുസ്ലിയാക്കന്മാർക്ക് അവരുടെ ഉദരപൂരണത്തിന് കൃത്യമായി വിലങ്ങുതടി നിൽക്കുന്നു മുജാഹിദുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അള്ളാഹുവിന്റെ വഹദാനിയത്തും പ്രവാചകന്റെ റിസാലത്തും പറഞ്ഞു കൊടുത്തുകൊണ്ട് സമൂഹത്തെ ഉത്ബോധനം നടത്തുന്ന മുജാഹിദുകളെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമെന്നൊക്കെ ആഗ്രഹവും പൂതിയും വെക്കുമ്പോൾ വേണ്ടിയാണ് ഈ സദസ്സിലേക്ക് വന്നത് എന്നും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നും കൃത്യമായി ധാരണയോ ഒന്നുമില്ലാതെയാണോ താങ്കൾ ഇവിടെ വന്നത്? ഇത്തരത്തിലുള്ള വിടുവായുത്തങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് ഒന്നിച്ചിരിക്കുന്നവരുടെ മാനസികാവസ്ഥയെങ്കിലും ഒന്ന് ഓർക്കേണ്ടതില്ലേ മുക്കം ഫൈസി താങ്കൾ? നിങ്ങൾ ഈ കോലത്തിൽ ഇന്ന് ഛിന്ന ഭിന്നമായി പല കഷ്ണങ്ങളായി നിൽക്കുന്നത് ആദർശത്തിന്റെ പേരിലല്ല എന്ന് തന്നെ നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ സ്റ്റേജിലൂടെ വിളിച്ചു പറയുന്നത് കേട്ട കേരളത്തിലെ മണ്ണിൽ, കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതില്ല പല കാര്യങ്ങളും. നിങ്ങളുടെ ഈ പറയുന്ന 4 ഒരെണ്ണം ഏതാണ്? കാന്തവിഭാഗം. ആ കാന്തവിഭാഗത്തെ കുറിച്ച് EK വിഭാഗക്കാരൻ പറഞ്ഞത് എന്താണ്? ചാരന്മാരാണ് എന്നാണ്, ജൂതചാരന്മാരാണെന്ന് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ന്യായമായും അദ്ദേഹത്തിന് സംശയിക്കാൻ അതിന് കാരണവും അദ്ദേഹത്തിനുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവരുടെ മുസ്ലിയാക്കന്മാരെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത്? ഉപദ്രവമല്ലാതെ. എന്നിട്ട് ഞങ്ങളെ നാടുകടത്താൻ നിങ്ങൾ ആഗ്രഹവും പൂതിയും വെക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും ഒക്കെയായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതില്ലേ? ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം സമൂഹം ഇത്രമാത്രം ഉയരത്തിലേക്ക് എത്തുവാനുള്ള കാരണക്കാരാരാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള സംഘടനകൾ തന്നെയാണ് എന്ന്. അതല്ലാതെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പാമര ജനതയെ അടിമകളെ കണക്ക് കൊണ്ടു നടന്ന പുരോഹിത വർഗമല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ദറസ് സിസ്റ്റവും മദ്രസ വിദ്യാഭ്യാസവും സ്ത്രീ വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും തുടങ്ങി വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നവർ ആരാണ്? മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസ മേഖല ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാരാണെന്ന് പരിശോധിച്ചാൽ അതൊക്കെ കൃത്യമായി മനസ്സിലാകും. അന്ന് നിങ്ങളെ പോലെയുള്ള ആളുകൾ, നിങ്ങളുടെ നേതാക്കന്മാരായ തലതൊട്ടപ്പന്മാരായ ആളുകൾ മദ്രസകളെയും
ദർസുകളെയും ഒക്കെ പരിഹസിച്ചവരാണ്, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിഹസിച്ചവരാണ്, ഹറാമാണെന്ന് ഫത്വ കൊടുത്തവരാണ്. എഴുത്തു വായനയും നല്ല മലയാളത്തിൽ പഴക്കം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലോ എന്ന് വരെ പ്രാർത്ഥിച്ചവരാണ്. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തെ ഇരുട്ടിൽ നിന്ന് കൂരിരുട്ടിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച പുരോഹിത വർഗത്തിന്റെ ഒളിയ അജണ്ടകൾ തിരിച്ചറിഞ്ഞ സാധാരണക്കാരായ ആളുകൾ നിങ്ങളുടെ ഈ തിട്ടൂരങ്ങൾക്കും നിങ്ങളുടെ ഈ പരിഹാസങ്ങൾക്കും മുഖം കൊടുക്കാതെ അവരൊക്കെ മുജാഹിദുകളുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ അപ്പോഴാണല്ലോ നിങ്ങൾ ഈ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങളുമായി രംഗത്ത് വന്നത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് റഹ്മത്തുള്ളാഹി കാസിമി മൂത്തേടം എന്ന് പറയുന്ന മുസ്ലിയാരുടെ സംസാരം ഒന്ന് കേൾക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ 100 കൊല്ലം കൂടുമ്പോൾ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്ത ആകാൻ സാധ്യതയില്ല. കാരണം അവരിത് പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, അധോഗതി കുറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങളെന്റെ കൂടെ ഉണ്ടാവും, മിക്കവാറും നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നല്ലോണം നിങ്ങൾ പോയാലുണ്ട് വന്നാലുണ്ട്. ഞാനീ പറഞ്ഞ നേരം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് സമസ്തനെ മനസ്സിലാവുള്ളൂ. എല്ലാം സമസ്ത ഉണ്ടാക്കിയത് മദ്രസ ഉണ്ടാക്കാൻ ഒന്നുമില്ല. മദ്രസ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്, സംഘടന ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്, എല്ലാം ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. നമ്മളാണ് ഉണ്ടാക്കിയതൊക്കെ വെറുതെ. ഇപ്പോൾ നിങ്ങൾ SKSF കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജിന്മൊക്കെ നോണ പറയും, അതൊക്കെ നോണയാണ്. അതിനൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുതട്ടാ. ഇനിയിപ്പോൾ നിങ്ങൾ നേർഞ്ഞാട്ടിയാലും ഞാൻ പോവും, എറിഞ്ഞിട്ടില്ലെങ്കിലും പോവും. കാരണം നിങ്ങളെന്ന് എനിക്ക് പേടിയില്ല, എനിക്കെൻ്റെ റബ്ബിന് പേടിയുള്ളൂ. നേര് പറയണം. പണ്ട് കാലത്ത് പലതും അങ്ങനെ പറഞ്ഞുപോയി, സദസ്സിന് അനുസരിച്ച് തോന്നിയതൊക്കെ പറഞ്ഞു. പല ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് വലിയ കാര്യം തോന്നിയിരുന്നു. പിന്നെ ആലോചിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാണ്. ഒരു മഹല്ല് വഹാബികൾക്ക് ഇല്ലാത്ത കാലത്താണ് ഐക്യസംഘം വരുന്നത്. സമസ്ത ഉണ്ടാക്കുമ്പോഴത്തിന് കുറച്ച് മഹല്ല് പോലെ കയ്യപ്പെട്ടു. സമസ്ത അധോഗതിക്ക് തന്നെ പോയി. എന്തുകൊണ്ട്? 4 ഓലക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 100 കണക്കിന് മഹല്ലുകൾ പോയി. ഇന്നോലെ കയ്യിൽ 1000കണക്കായ മഹല്ലുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? പറയും. അപ്പൊ ഞമ്മക്ക് പുരോഗതിയല്ല ഉണ്ടായത്. പിന്നെന്തേ? മൊത്തം മഹല്ല് ഓരോ കയ്യപ്പെടുന്നതിൽ നിന്ന് പരമാവധി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. പറഞ്ഞു മനസ്സിലായോ? അതന്നെ. ഇതാണ് വസ്തുത. നിങ്ങൾക്ക് തോന്നിയ നോണയൊക്കെ പറയാം, ഇതാണ് സത്യം. ഇത് പുരോഗതി ഉണ്ടാക്കിയ സംഘടന ഉണ്ടല്ല, അല്ല, ഇത് അധോഗതി കുറയാൻ ഉണ്ടാക്കിയതാണ്. നോണ സ്റ്റേജ് കയറി നോണ പറയണം നിർത്തിയിട്ട് നേരെ ആലോചിച്ചാൽ നമുക്ക് ഈ സംഗതിയെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാക്കക്ക് നോക്കാതെ സ്റ്റേജ് കയറി തോന്നിയത് വിളിച്ചറിഞ്ഞാൽ നമ്മളിവിടെ ഈ കൊല്ലം അടുത്ത കൊല്ലായിട്ട് പുകിട്ട് പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇവിടെ പുരോഗതിക്ക് വേണ്ടിയല്ല സമസ്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോയത്. എന്താണ്? അധോഗതിയെ തടയാൻ വേണ്ടി. ആളുകൾ കൊടിഞ്ഞു പോവുകയാണ്, സമസ്താലയം കൈമന്ന് പോവുകയാണ്, പല മഹല്ലുകളും കൈവിട്ടു പോയി. ഇതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു വെച്ചത് എന്നാണ് കാസിമി പറയുന്നത്. ഇവിടെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച ഒരു പുസ്തകത്തിൽ ഞാൻ മുമ്പ് വായിച്ചതായി ഓർക്കുന്നു. എന്താണ്? ഉയർന്ന സ്റ്റേജുകളിൽ പോലും പച്ചക്കളവുകൾ പറയുന്ന ആളുകളാണ് നമ്മുടെ നേതാക്കന്മാര് എന്ന്. ആര്? നിങ്ങളൊക്കെ 10ഉം 25ഉം കൊല്ലം കിതാബോധി പഠിച്ച ആലിമുൽ അല്ലാമമാരാണ് എന്നും അവർ വരുമ്പോൾ നിങ്ങൾ തക്ബീർ ചൊല്ലി സ്വീകരിക്കുകയും അവരുടെ കൈ പിടിച്ച് മുത്തുകയും ഒക്കെ ചെയ്യുന്ന സഞ്ചരിക്കുന്ന റെഡിമെയ്ഡ് ഷോപ്പ് പോലെ വരുന്ന കുറെ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ. തലയിക്കെട്ടും തൊപ്പിയും, തൊപ്പിക്ക് മുകളിൽ ഒരു തലയിക്കെട്ടും, തലയിക്കെട്ടിന് മുകളിൽ ഒരു ഷാളും ധരിച്ച്, കയ്യിലൊരു ഉറുമാലും ധരിച്ച്, ദസ്ബിയക്കല്ല മറുകൈയിലും വെച്ച് സഞ്ചരിക്കുന്ന ഒരു റെഡിമെയ്ഡ് ഷോപ്പ് പോലെ ഇങ്ങനെ നടന്നു വരുന്ന മുസ്ലിയാക്കന്മാരെ കാണുമ്പോൾ ഇവരൊക്കെ എന്തെന്നൊക്കെയാണ്, ഇവരുടെ പേരൊക്കെ അങ്ങനെയാണ്. SA പോലുള്ള പേരുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ദീൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരൊക്കെ പിന്നാലെ നിങ്ങൾ പോയല്ലോ. ഈ പറയുന്ന പുരോഹിതന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് റഹ്മത്തുള്ളാഹി കാസിമിയുടെ പറഞ്ഞത്. നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ എഴുതി വെച്ചതാണ്, ഉയർന്ന സ്റ്റേജുകളിൽ പോലും പച്ചക്കളവുകൾ പറയുന്ന ആളുകളാണ് എന്ന്. കേരള ചരിത്രത്തിൽ ഒരു യോഗ്യതയും ഒരു അർഹതയും ഒരു ക്രെഡിറ്റും എടുക്കാൻ ഈ പറയുന്ന സമസ്താലയത്തിന് ഒന്നും തന്നെയില്ല.
ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇവർ പല കാര്യങ്ങളും ചെയ്തു വെച്ചത്. എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറയുന്ന പലപ്പോഴും നമ്മൾ കാണിച്ചിട്ടുണ്ട്. സമസ്ത രൂപീകരിച്ച് തന്നെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ വഹാബികളെ എതിർക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ എന്തിനാണ് വേണ്ടിയാണ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സ്ഥാപനങ്ങളടക്കം നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടി, തടയാൻ വേണ്ടി, അതാണ് അധോഗതിയെ തടയാൻ വേണ്ടി. നിങ്ങളുടെ അധോഗതിയിലേക്കാണ് സമസ്ത പോയത്, അതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയാണ് എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ പറഞ്ഞു, എന്തൊക്കെ മുജാഹിദുകൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പേരിൽ നിങ്ങളുടെ ആളുകൾ പറഞ്ഞു വെച്ച കള്ളക്കഥകളുടെ ഓരോ കാര്യങ്ങളും പ്രവാചകൻ പിഴച്ചു പോയിട്ടുണ്ട് എന്ന് മുജാഹിദുകൾ പറഞ്ഞു എന്നാ പറഞ്ഞത്. എല്ലാവരെയും കുറ്റം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ മുജാഹിദ് പറയുന്നു മുഹമ്മദ് നബി പിഴച്ചുപോയി. എന്താണ് തെളിവ്? ഓന്റെ തൊള്ളയല്ലാതെ പിന്നെ എന്ത് തെളിവാണ് പറഞ്ഞിട്ടുള്ളത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പരലോക വിശ്വാസമുള്ളവനാണ് എങ്കിൽ അദ്ദേഹം അത് തിരുത്തേണ്ടതില്ല. ഇന്നും തിരുത്തിയോ? എത്ര തവണ നമ്മളൊക്കെ അത് ചോദിച്ചു. എവിടെ പറഞ്ഞു? ഏത് ലേഖനത്തിൽ? ഏത് പ്രഭാഷണത്തിൽ? അതൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങൾ മുജാഹിദുകളുടെ പേരിൽ ഇവർ ആരോപിച്ചിട്ടുണ്ട്, എന്തൊക്കെ തെറികൾ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലൊക്കെയാണ് മുമ്പോട്ട്. എന്ത് മുജാഹിദുകളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പുറന്തള്ളണം പോലും, മുജാഹിദുകളെ കേരളത്തിൽ നിന്ന് പുറത്താക്കണം പോലും. ഇവരാരാണ് ഇതിനൊക്കെ? ഇവര് നാലാൾ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്ന ധാരണ. ഇവർ പരസ്പരം ഒന്നിച്ചോ? മറ്റുള്ളവരെ പുറത്താക്കണം, ഇവർ ഒന്നിക്കണമല്ലോ. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുമോ? നിങ്ങൾ കൊന്നു തള്ളിയതിന്റെ ചരിത്രം, നിങ്ങൾ തല്ലി തകർത്തതിന്റെ ചരിത്രം, എത്രയെത്ര മക്കൾക്കാണ് പിതാവില്ലാതെയായത്, എത്രയെത്ര ഭാര്യമാർക്കാണ് ഭർത്താവില്ലാതെയായത്, എത്രയെത്ര കുടുംബങ്ങൾക്കാണ് കുടുംബനാഥനില്ലാതെയായത്. നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ട് എത്രയെത്ര കുടുംബങ്ങളിലാണ് അനൈക്യം സൃഷ്ടിച്ചത്. ബാപ്പക്ക് മകനെ കണ്ടുകൂടാത്ത അവസ്ഥയിലേക്ക് എത്തി, മകന് ബാപ്പയെ കണ്ടുകൂടാത്ത അവസ്ഥയ്ക്ക് എത്തി. മനസ്സിലായി? ഈ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു വെച്ചവർ നിങ്ങളാണ്. അതിനെക്കുറിച്ച് മമ്പാട്ടുകാരൻ വഹാബ് സക്കാഫി തന്നെ പറയുന്നത് സിംസാറിന് മറുപടി എന്ന രീതിയിൽ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കേൾക്കാം. അപ്പോൾ കൃത്യമായി സുഹൃത്തുക്കളെ, റഹ്മാഉബൈനഹും എന്നിടത്ത് കേരളീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് നിങ്ങളെ ഭാഷ കടമെടുത്തുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനമായ സുന്നത്തി ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനെയോ പണ്ഡിതനെയോ ഈ രാജ്യത്തൊരു BJP-കാരൻ കൊലപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ സിംസാറെ, അമ്പലക്കണ്ടിയിലെ KTC ഖാദർ എന്ന് പറയുന്ന മദ്രസ അധ്യാപകന്റെ തലയോട്ടിയിലേക്ക് കമ്പിപ്പാര അടിച്ചു കയറ്റി, അതാ പച്ചയായ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്ന കമ്പിപ്പാറയുടെ വേദന കൊണ്ട് നടുറോട്ടിൽ കിടന്ന് പിടയുന്ന ഖാദറിന്റെ തലയിൽ പച്ചക്കൊടി കെട്ടാനാ ഞങ്ങൾ ഈ കമ്പി തറക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞ ആ മനുഷ്യാധമന്മാർക്കെതിരെ ജീവിതകാലം ഇത്രയും പ്രസംഗിച്ചിട്ട് കാമ എന്ന് പറയാൻ നിങ്ങളെ നാക്ക് പൊന്തിയിട്ടുണ്ടോ? റഹ്മാഉബൈനഹും നിങ്ങളെ കൽബിലെ റഹ്മത്ത് എവിടെയാ? കിടങ്ങയത്തെ കുട്ടിക്കയെ തെരുവിലിട്ട് പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ കൊലപ്പെടുത്തിയിട്ട് ആ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ കൊലപ്പെടുത്തിയ കുട്ടിക്കയുടെ ഘാതകന്മാര്, ആ മനുഷ്യാതന്മാര് എന്നും നിങ്ങളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിങ്ങളെ സംഘടനകളിൽ, നിങ്ങളെ രാഷ്ട്രീയ പാർട്ടികളിൽ, നിങ്ങളെ പള്ളി കമ്മിറ്റികളിൽ വിലസുമ്പോ റഹ്മാഉബൈനഹു എവിടെ സിംസാറയാ റഹ്മത്ത്? ഇനിയും പറയട്ടെ, അതേ സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്രയെത്ര ആളുകള് കുറ്റിമൂച്ചിയിലെ അബ്ദുക്കയെ തറാവീഹ് നിസ്കരിക്കുമ്പോ ഫറോവയെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ വിശുദ്ധ റമളാനിൽ പറയിലൂടെ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കൈയിട്ട് നിൽക്കുന്ന അബ്ദുക്കയുടെ ശരീരത്തിൽ ആഞ്ഞുവെട്ടി അങ്ങനെ രക്തച്ചാലുകൾ ഒഴുകുമ്പോ ആ പച്ചയായ മുറിവുകളിലേക്ക് മുളക് പൊടി എറിഞ്ഞ് ആ അബ്ദുക്കയെ ഒന്ന് പടയാൻ പോലും അനുവദിക്കാതെ ഹൗദിലെ വെള്ളത്തിൽ ക്രൂരമായി കെട്ടിത്താഴ്ത്തിയ മനുഷ്യാധമന്മാർക്കെതിരെ കാമ എന്ന് പറയാൻ ഈ ആയുഷ്കാലം മുഴുവനും പ്രസംഗിച്ചിട്ട് നാക്ക് പൊന്താത്ത സിംസാറ് എവിടെയാ നിങ്ങൾ ഈ പറയുന്ന റഹ്മത്ത്? എവിടെയാ ഈ റഹ്മാഉബൈനഹു എന്ന് ജനങ്ങളോടൊന്ന് വിശദീകരിച്ചു കൊടുക്കണേ. ഇനിയും പറയട്ടെ, മണ്ണാറക്കാട് കല്ലാങ്കുഴിയിലെ ജ്യേഷ്ഠാനുജന്മാരായ ആ നാട്ടിലെ നല്ലവരായ മദ്രസാധ്യാപകനായ ഒരു പ്രവർത്തകനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ പൊതുപകാര പ്രകടനമായ 2 ചെറുപ്പക്കാര് തെരുവിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുമ്പോ തൊണ്ട വരളുന്നു, ദാഹം, വെള്ളം വേണമെന്ന് പറയുമ്പോ ആ വിശ്വാസികളുടെ തൊണ്ടയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്ത മനുഷ്യാധമന്മാർക്കെതിരെ മണ്ണാർക്കാട്
പാലക്കാട് വേദി കെട്ടിത്തന്നാൽ രണ്ടക്ഷരം പറയാനുള്ള റഹ്മത്ത് ഓ സിംസാറെ നിങ്ങളെ തൊണ്ടയിലുണ്ടോ, നിങ്ങളെ ഹൃദയത്തിലുണ്ടോ, നിങ്ങളെ ശരീരത്തിലുണ്ടോ, നിങ്ങളെ മജ്ജയിലുണ്ടോ, നിങ്ങളെ രക്തത്തിലുണ്ടോ? ഏതാണ് ഈ പറയുന്ന റഹ്മത്ത്? കേട്ടില്ലേ സഹോദരങ്ങൾ? ഇതിന് മാത്രം ക്രൂരതയും അക്രമവും അയച്ചു വിട്ടവർ ഇവര് ആരും നല്ലതൊന്നുമല്ല, എല്ലാം കണക്ക് തന്നെയാണ്. AP ആയാലും EK ആയാലും ആനയായാലും ചേനയായാലും എല്ലാം കണക്ക് തന്നെയാണ്. ഇങ്ങനെ ഈ രീതിയിൽ തമ്മിൽ തല്ലിയും കൊല നടത്തിയും ഒക്കെ മുൻപോട്ട് പോയ ആളുകൾ ഇപ്പോൾ വല്ലാത്ത പൂതി, അവർ നടത്തുന്ന അന്ധവിശ്വാസങ്ങൾ, അവർ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ വേണ്ടുപോലെ അങ്ങോട്ട് ഏശുന്നില്ല. പിന്നെ അവർക്ക് ഇതിനെ എതിർക്കുന്ന ആളുകളെ തടയുക എന്ന ലക്ഷ്യം മാത്രമാണ്. അതിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള പൂതികൾ മുസ്ലിയാക്കന്മാർക്ക് വരുന്നത്. കേരളം നിങ്ങളുടെ തറവാട്ട് വകയല്ല എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായല്ലോ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ശൂനയ്ക്ക് പരിചയമുള്ളവർ ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യണം, പുറന്തള്ളണം എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു കോപ്പിയായി പ്രവർത്തിച്ച നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പുറന്തള്ളണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ആരുടെയും തറവാട്ട് വകയല്ല ഈ കേരളം, നിങ്ങളുടെ ആരുടെയും തറവാട്ട് വകയല്ല ഇന്ത്യ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.